ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി ശ്രീധർ. നട തുറന്നതു മുതൽ ഇന്നലെ രാത്രി നടയടയ്ക്കുന്നതുവരെയുള്ള കണക്കനുസരിച്ച് 16,39,350 തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. റെക്കോർഡ് വർധനവാണ് തീർത്ഥാടകരിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ആദ്യ 3 ആഴ്ചകളെ അപേക്ഷിച്ച് 5 ലക്ഷം തീർത്ഥാടകരുടെ വർധനവ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 92,562 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ലഭ്യമാകുന്നതിൽ തീർത്ഥാടകരും തൃപ്തരാണ്. ശബരിമലയിൽ അപ്പം അരവണ വിൽപ്പനയിലും റെക്കോർഡ് നേട്ടമാണുണ്ടാകുന്നത്. നവംബർ 16 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലയളവിൽ 60,54,95,040 രൂപയുടെ വിൽപ്പന നടന്നതായി ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 18 കോടിയിലേറെ രൂപയുടെ വർധനവാണ് അപ്പം അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചത്. സന്നിധാനത്തെ ആഴിക്കു സമീപമുള്ള 10 കൗണ്ടറുകൾ, മാളികപ്പുറത്തെ 8 കൗണ്ടറുകൾ എന്നിവ വഴിയാണ് അപ്പം അരവണ വിൽപ്പന നടക്കുന്നത്. ഭക്തർക്ക് തപാൽ മാർഗവും അപ്പം അരവണ എന്നിവ വാങ്ങാനാകും. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 10-നും വോട്ടെണ്ണൽ 11-നും നടക്കും. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകൊള്ളൂർ, പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന, നിരണം ഗ്രാമപഞ്ചായത്തിലെ കിഴക്കുമുറി, എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുകുഴി, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ പുളിഞ്ചാണി എന്നിവിടങ്ങളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 6-ന് ക്യൂവിലുള്ളവർക്കെല്ലാം സ്ലിപ്പ് നൽകി വോട്ട് രേഖപ്പെടുത്താനും അവസരം നൽകും. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ അഞ്ചടി വേളൂർ മുണ്ടകം പാടശേഖരത്തിൽ മടവീണ് വൻ കൃഷിനാശം. അതിശക്തമായ മഴയെ തുടർന്നാണ് മടവീഴ്ച ഉണ്ടായത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേളൂർ മുണ്ടകം പാടത്തിന്റെ പായിപ്പാട് പഞ്ചായത്ത് പ്രദേശത്താണ് വലിയ മടവീഴ്ച സംഭവിച്ചത്. ഒരാഴ്ച മുൻപ് നെൽകൃഷിക്കായി വിത്ത് വിതച്ച പാടത്താണ് മടവീഴ്ചയുണ്ടായി കനത്ത കൃഷിനാശം ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിലെ 200 ഹെക്ടറോളം ഭാഗത്തെ കർഷകരുടെ നെൽകൃഷിയെ മടവീഴ്ച സാരമായി ബാധിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ തിരുവല്ല ഡിവിഷനിലെ പമ്പ് ഹൌസിലുണ്ടായ വൻ തീപിടുത്തത്തെ തുടർന്ന് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെട്ട 9 ഗ്രാമപഞ്ചായത്തുകളിലെയും 2 നഗരസഭകളിലും തടസ്സപ്പെട്ട ജലവിതരണം പുനഃസ്ഥാപിച്ചു. ബുധനാഴ്ച രാത്രിയോടെ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായി. ജലശുദ്ധീകരണശാലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത്. ജില്ലയിൽ ഡിസംബർ 9 മുതൽ 17 വരെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പൊതുജന അദാലത്ത് നടക്കും. മന്ത്രിമാരായ വീണ ജോർജും പി രാജീവും അദാലത്തുകൾക്ക് നേതൃത്വം നൽകും. ഈ മാസം 9-ന് കോഴഞ്ചേരി താലൂക്ക് തല അദാലത്ത് പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിലും, 10-ന് മല്ലപ്പള്ളി താലൂക്ക് തല അദാലത്ത് സെന്റ് ജോസഫ് ബദരി ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലും, 12-ന് അടൂർ താലൂക്കിന്റെ അദാലത്ത് കണ്ണംകോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിലും, 13-ന് റാന്നി താലൂക്കിന്റെ അദാലത്ത് വളയനാട് ഓഡിറ്റോറിയത്തിലും, 16-ന് തിരുവല്ല താലൂക്ക് തല അദാലത്ത് മുത്തൂർ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിലും, 17-ന് നടക്കുന്ന കോന്നി താലൂക്ക് അദാലത്ത് പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലും നടക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.